വിദ്യാർത്ഥികളെ പണിക്കാരാക്കുന്നത് വിലക്കി പൊതുവിദ്യാഭ്യാസ വകുപ്പ്. കേരളത്തിലെ സ്കൂളുകളിൽ സ്കൂൾ പരിപാടികളിൽ വിദ്യാർത്ഥികൾക്ക് വിലക്ക് എന്ന പുതിയ നിർദ്ദേശവുമായി സർക്കാർ രംഗത്തെത്തി. സ്കൂൾ ആഘോഷങ്ങളിലും ഔദ്യോഗിക ചടങ്ങുകളിലും ഭക്ഷണം വിളമ്പാനോ മറ്റ് സേവന പ്രവർത്തനങ്ങൾക്കോ വിദ്യാർത്ഥികളെ നിയോഗിക്കുന്നത് ഇനി അനുവദിക്കില്ല. നിർദ്ദേശം ലംഘിക്കുന്നവർക്കെതിരെ അച്ചടക്ക നടപടി ഉണ്ടാകുമെന്ന് സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ്, അൺഎയ്ഡഡ് ഉൾപ്പെടെയുള്ള എല്ലാ സ്കൂളുകൾക്കും പുതിയ നിർദ്ദേശം ബാധകമാണ്. അതേസമയം നിർദ്ദേശം ലംഘിച്ചാൽ ബന്ധപ്പെട്ട അധ്യാപകർക്കും ഹെഡ് മാസ്റ്റർക്കുമെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കുമെന്ന് സർക്കാർ ഉത്തരവിൽ വ്യക്തമാക്കുന്നു. വിദ്യാർത്ഥികളെ ഭക്ഷണം വിളമ്പാനും പാനീയങ്ങൾ വിതരണം ചെയ്യാനും മറ്റ് സേവന പ്രവർത്തനങ്ങൾക്കുമായി ഉപയോഗിക്കുന്നത് കുട്ടികളുടെ അന്തസ്സിനും അവകാശങ്ങൾക്കും വിരുദ്ധമാണെന്ന് സർക്കാർ ചൂണ്ടിക്കാട്ടി. കൂടാതെ ഇത്തരം പ്രവണതകൾ കുട്ടികളുടെ ആത്മാഭിമാനത്തെ പ്രതികൂലമായി ബാധിക്കുന്നുവെന്നും ഉത്തരവിൽ പറയുന്നു. വാർഷികാഘോഷങ്ങൾ, ഔദ്യോഗിക ചടങ്ങുകൾ, യാത്രയയപ്പ് സമ്മേളനങ്ങൾ, വിവിധ ആഘോഷങ്ങൾ എന്നിവയിൽ അതിഥികൾക്ക് ഭക്ഷണവും പാനീയവും വിതരണം ചെയ്യാൻ വിദ്യാർത്ഥികളെ നിയോഗിക്കുന്നതായി വിദ്യാഭ്യാസ വകുപ്പ് കണ്ടെത്തിയിരുന്നു. ക്ലാസ് മുറികൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ വൃത്തിയാക്കാനും ചില സ്കൂളുകളിൽ വിദ്യാർത്ഥികളെ ഉപയോഗിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് നടപടി. ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർമാർ പുതിയ നിർദ്ദേശം എല്ലാ സ്കൂളുകളിലും നടപ്പാക്കണമെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് നിർദ്ദേശിച്ചു. കൂടാതെ ഓരോ സ്കൂളിലും പ്രത്യേകം നിർദ്ദേശം നൽകാനും ഇത്തരം പ്രവണതകൾ ആവർത്തിക്കാതിരിക്കാൻ നിരീക്ഷണം ശക്തമാക്കാനും വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർമാർക്ക് ഇമെയിൽ വഴി നിർദ്ദേശം കൈമാറിയിട്ടുണ്ട്. അതേസമയം ഔദ്യോഗിക പരിപാടികളിൽ കുട്ടികളെ താലപ്പൊലി എടുപ്പിക്കാനോ സ്വീകരണത്തിനായി അണിനിരത്താനോ ഉപയോഗിക്കുന്ന രീതി പൊതുവിദ്യാഭ്യാസ വകുപ്പ് നേരത്തെ തന്നെ അവസാനിപ്പിച്ചിരുന്നു.